Good morning, students. So we completed all the problems in this module, that is transportation and assignment chapter. Now let's see what are the theory coming in this chapter. As you know how to do the problem, those steps have been explained in the theory part also. So it will be easier for you if you study the problem first. Okay. Then I think some of the pics have been sent to you about the transportation chapter, but the same pics have been included in this PPT also. It will make a clear idea. Okay, that's the reason. So let's see what are the transportation techniques. Already these things have been explained in WhatsApp group. Once again I'm sharing with you. So the transportation problem, or the objective of transportation problem, is to transport various amounts of a single homogeneous commodity that are stored at several origins to a number of destination. അതായത് ഇത്ര എമൗണ്ട് ആയിക്കോട്ടെ ഒരേ ടൈപ്പ് ആയിട്ടുള്ള കമ്മോഡിറ്റി ട്രാൻസ്പോർട്ട് ചെയ്യുക. എവിടെയായിരുന്നു ഈ കമ്മോഡിറ്റി? പല ഒറിജിനിലുള്ള കമ്മോഡിറ്റീസ് ട്രാൻസ്പോർട്ട് ചെയ്യുക ടു എ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻ. ദിസ് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ്. അത് അങ്ങനെ ചെയ്താൽ മാത്രം പോരാ, ഇറ്റ്സ് എഫക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഡെസ്റ്റിനേഷൻ്റെ ഡിമാൻഡും ആർ സാറ്റിസ്ഫൈഡ് വിത്തിൻ ദ കപ്പാസിറ്റി ഓഫ് ദ ഒറിജിൻ. അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഓർക്കണില്ലോ, സപ്ലൈ, ടോട്ടൽ ഓഫ് സപ്ലൈ ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ഓഫ് ഡിമാൻഡ് എന്നുള്ളത്. ഓക്കെ, അത് സാറ്റിസ്ഫൈയും ചെയ്യണം, പ്ലസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഷുഡ് ബി എ മിനിമം. സോ ദാറ്റ് ഇസ് മെൻഷൻ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. ട്രാൻസ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമല്ല, ആ കപ്പാസിറ്റിയും ഡിമാൻഡും സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ സപ്ലൈയും ഡിമാൻഡും സാറ്റിസ്ഫൈ ചെയ്യണം, പ്ലസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമം ആവണം. ഓക്കെ, അപ്പോൾ കോസ്റ്റ് മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ മാത്രമല്ല വി യൂസ് ചെയ്യുന്നത്, വി ഓൾസോ യൂസ് ഫോർ ടൈം മിനിമൈസിങ്, ഡിസ്റ്റൻസ് മിനിമൈസിങ് ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രോബ്ലം ഓൾസോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഇൻട്രോ ആൻഡ് മീനിങ് ഓർ ഡെഫിനിഷൻ എന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. നെക്സ്റ്റ്, ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ഒരു ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ കാണുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നത്? കുറേ ഒറിജിൻസ് ഉണ്ടാവും അല്ലേ? ലെറ്റ് വി ഡിനോട്ട് വിത്ത് O1 O2 എക്സെട്ര ടു ON, ആൻഡ് ഡെസ്റ്റിനേഷൻ D1 D2 എക്സെട്ര ടു DM. ഇനി അതിൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ A1 A2 AM എന്നൊക്കെ പറഞ്ഞിടുന്നത്. റിക്വയർമെൻറ്റ്സ് ഡെസ്റ്റിനേഷനിലായിട്ട് B1 B2 എക്സെട്ര എന്ന്. ഇനി എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്, അതായത് സപ്ലൈയും ഡിമാൻഡും വേറൊരു വേരിയബിളായിട്ട് മെൻഷൻ ചെയ്തതെന്നേ ഉള്ളൂ. A1 + A2 എക്സെട്ര AM ഷുഡ് ബി ഈക്വൽ ടു B1 + B2 എക്സെട്ര BM, ഓർ സിഗ്മ A ഇസ് ഈക്വൽ ടു സിഗ്മ B. നമ്മൾ അതിനെ എങ്ങനെയാണ് പഠിച്ചത്? സിഗ്മ S ഇസ് ഈക്വൽ ടു സിഗ്മ D എന്നുള്ളത്. ഓക്കെ, അങ്ങനെ തന്നെ എഴുതിയാലും മതി, ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. ദെൻ CIJ എന്ന് പറയുന്നത് അതിലുള്ള കോസ്റ്റ്, ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് 1 യൂണിറ്റ് ഫ്രം ith ഒറിജിൻ ടു jth ഡെസ്റ്റിനേഷൻ. ആ ടേബിളിൻ്റെ ഉള്ളിൽ നമ്മൾ സെൽസിൽ എഴുതുന്ന കോസ്റ്റിനെയാണ് CIJ എന്ന് പറയുന്നത്. അത് നമുക്കൊരു മെട്രിക്സ് ഫോമിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കണ്ടോ, ഒറിജിൻ, ഡെസ്റ്റിനേഷൻ, അവൈലബിൾ, റിക്വയർഡ് ഒക്കെ എഴുതി C1 C2 എന്നൊക്കെ പറഞ്ഞൊരു മെട്രിക്സ് ടേബിൾ റോ ആൻഡ് കോളം വൈസ് നമ്മൾ എഴുതിയിരിക്കുകയാണ്. സോ ദിസ് മെട്രിക്സ് ഇസ് നോൺ ആസ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ഓർ കോസ്റ്റ് എഫക്റ്റീവ്നെസ് മെട്രിക്സ് എന്ന് പറയും. Total available should be equal to total repair, or in other words, total supply should be equal to total demand. ഇത്രയാണ് കാര്യം പറയേണ്ടത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇൻ ദ ഫോം ഓഫ് ആൻ LPP ആയിട്ടോ, അത് LPP ഇസ് യുവർ ഫസ്റ്റ് മൊഡ്യൂൾ, അതിലെ പോലെ ആയിട്ട് നമ്മൾ എഴുതുവാണ്. അല്ലെങ്കിൽ സംടൈംസ് ദേ മേ ആസ് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ഓഫ് എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞ് എഴുതും. അപ്പോൾ എഴുതേണ്ട ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്തേ മതിയാവുള്ളൂ, ബിക്കോസ് ഇത് തന്നെ അസൈൻമെൻറ്റിലും വരുന്നുണ്ട്. ഇത് ബൈഹാർട്ട് ചെയ്യുക. ഓക്കെ, let Xij be the number of units transported from ith origin to jth destination. എത്ര എണ്ണം, അതാണ് Xij എന്ന് പറയുന്നത്. CIJ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഫോർ ട്രാൻസ്പോർട്ടിങ് 1 യൂണിറ്റ് ഫ്രം ith origin to jth. അപ്പോൾ X എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം, അതിൻ്റെ ചെലവ് CIJ. Let A be the units available in ith origin and Bj be the units required in jth destination. അതിൻ്റെ സപ്ലൈയും ഡിമാൻഡുമാണ് AIയും BJ എന്നും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? കോസ്റ്റ് മിനിമൈസ് ചെയ്യാനല്ലേ. അപ്പം മിനിമൈസ് Z ഇസ് ഈക്വൽ ടു സിഗ്മ I ഇസ് ഈക്വൽ ടു M, സിഗ്മ J ഇസ് ഈക്വൽ ടു N. അതായത് റോ ഷുഡ് ബി ഫ്രം 1 to M ആൻഡ് കോളം ഷുഡ് ബി ഫ്രം 1 to N. പിന്നെ എന്തൊക്കെയുണ്ട്? കോസ്റ്റും ഉണ്ട്, നമ്പർ ഓഫ് യൂണിറ്റ്സും ഉണ്ട്. ദർ കംസ് CIJ ആൻഡ് Xij. സബ്ജക്റ്റ് ടു സിഗ്മ J ഇസ് ഈക്വൽ ടു 1 to N, Xij ഇസ് ഈക്വൽ ടു AIയും. AI എന്ന് പറഞ്ഞാൽ എന്താ? സപ്ലൈ എത്ര വരെ വരാം? 1 to M വരെ വരാം. അതേപോലെ തന്നെ Xij എന്താവാം? സിഗ്മ I ഇസ് ഈക്വൽ ടു 1 to M BJ കോളം. അപ്പം J ഇസ് ഈക്വൽ ടു 1 to N. BJ എന്ന് പറയുന്നത് എന്താണ്? ഡെസ്റ്റിനേഷനിലെ സപ്ലൈ അല്ലേ, ഡിമാൻഡ്.
അപ്പോൾ ഈ രീതിയിലാണ് മെട്രിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ LPP ഫോം എന്ന് പറഞ്ഞ് എഴുതുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ വേറൊരു എക്സ്പെക്റ്റഡ് 2 മാർക്സ് ഓഫ് 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ബേസിക് അസംഷൻസ്. ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്കിൻ്റെ അസ്യൂം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ്, as I already mentioned, total of supply should be equal to total of demand. അതിൻ്റെ നൊട്ടേഷൻ ആയിട്ടാണ് സിഗ്മ AI is equal to sigma BG എന്ന് പറയുന്നത്. And explanation is given in the same point. Total quantity available for distribution is equal to total requirement in different destination together. പിന്നെ യൂണിറ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരു ഒറിജിനൽ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കോസ്റ്റ് സെർട്ടൺ ആയിരിക്കണം, കറക്റ്റായിട്ട് അറിയാൻ പറ്റണം. പിന്നെ യൂണിറ്റ് കോസ്റ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ട്രാൻസ്പോർട്ടഡ്. എത്ര ട്രാൻസ്പോർട്ട് ചെയ്തു എന്നുള്ളത് പ്രോബ്ലം അല്ല, കോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പിന്നെ ഓവർ ഒബ്ജക്റ്റീവ് ഇസ് ടു മിനിമൈസ് ദ ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഓക്കെ, next is the uses of transportation technique. The first is to minimize the transportation cost from factory to warehouse or from warehouse to market. ഇപ്പോൾ ഒരു ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ പറയുന്ന പോലെ തന്നെ ഫാക്ടറീസ് ടു വെയർഹൗസോ അല്ലെങ്കിൽ വെയർഹൗസ് ടു മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാനുള്ള കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. സെക്കൻഡ്, ലോവസ്റ്റ് കോസ്റ്റ് ലൊക്കേഷൻ ഫോർ ന്യൂ ഫാക്ടറി, കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പറയുന്നത്. കോസ്റ്റ് പ്രൊഡക്ഷൻ ഷെഡ്യൂളും മിനിമൈസ് ചെയ്യുക. ഇത്രയൊക്കെയാണ് മിനിമം കോസ്റ്റ് പ്രൊഡക്ഷൻ ഷെഡ്യൂൾ ചെയ്യുക. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ യൂസസ്. പ്ലസ് നിങ്ങൾക്ക് കോസ്റ്റ് മിനിമൈസേഷൻ പ്രോബ്ലവും പ്രോഫിറ്റ് മാക്സിമൈസേഷനും ഡിസ്റ്റൻസ് ടൈം മിനിമൈസേഷനും യൂസസ് ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ദെൻ ദ ഡെഫിനിഷൻ, വാട്ട് ഈസ് എ ഫീസിബിൾ സൊല്യൂഷൻ. നിങ്ങൾ എവിടെയെങ്കിലും മെട്രിക്സിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ളത് എഴുതുന്നത് കണ്ടോ? ഇല്ല അല്ലേ. സോ എ ഫീസിബിൾ സൊല്യൂഷൻ ടു എ ട്രാൻസ്ഫർ സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് individual allocation which satisfy the row and column sum restrictions. എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ അലോക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the total number of allocation, നമ്മൾ degeneracy ചെക്ക് ചെയ്യില്ലേ, അത് തന്നെ സെയിം തിങ്. number of allocation should be equal to m plus n minus 1, where this m and n stand for number of rows and columns. Next is optimum solution. എപ്പോഴാണ് ഒരു ഒരു സൊല്യൂഷൻ ഒപ്റ്റിമൽ എന്ന് പറയുന്നത്? if we can minimize the obtain the transportation cost. കിട്ടിയ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിനെ ഒന്നും കൂടി മിനിമൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ we can call it as an optimum solution. അത് ബേസിക് ആയാലും ശരി സാധാ ഫീസിബിൾ ആയാലും ശരി, മിനിമൈസ് ചെയ്യാൻ പറ്റിയോ അതിനെ നമുക്ക് എന്തെന്ന് വയ്ക്കാം? ഒപ്റ്റിമം സൊല്യൂഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് നോൺ ഡീജനറേറ്റ് ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ആക്ച്വലി ഡീജനറസി ഇസ് എ പ്രോബ്ലം. ഡീജനറസി വരുന്നത് എപ്പോഴാണ്? number of allocation is not equal to m plus n minus 1. അപ്പോൾ what is then non degenerate? It will be equal, right? അപ്പോൾ a feasible solution of an m by n transportation problem is said to be non degenerate basic feasible solution if the number of allocation is equal to m plus n minus 1 and the allocations are in independent position. ഓരോ അലോക്കേഷൻസും ഇൻഡിപെൻഡൻറ്റ് പൊസിഷനിലേക്കാണെന്ന്. പിന്നെ അതിൽ അവരൊരു ലൂപ്സ് കാണിച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ട് നിങ്ങൾ അതിലേക്ക് നോക്കണ്ട, ബിക്കോസ് മോദിയിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മളിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യില്ലേ, ആ കാര്യങ്ങൾ ജസ്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. ദാറ്റ് വി ക്യാൻ സ്റ്റഡി ഇൻ ദ മോദി സെക്ഷൻ. ഇപ്പോൾ ഇതിൽ ഇത്ര മാത്രം മതി. Now what are the steps for solving a transportation problem? First you have to set a transportation table with n rows and n columns representing the destination. ഇതിങ്ങനെ പറയാൻ കാരണം ഡയറക്റ്റ്ലി ചിലപ്പോൾ തന്നിന്ന് വരില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രോബ്ലം തന്നിട്ട് അവിടെ നിന്ന് യു മസ്റ്റ് ജനറേറ്റ് എ മെട്രിക്സ് ഫോം, ഒരു ടേബിൾ ജനറേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് m rows n column ആക്കി ചെയ്യാമെന്ന് പറഞ്ഞത് ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഇത്ര നാളും എല്ലാം ഡയറക്റ്റ്ലി തന്നു. അങ്ങനത്തെ ഒരു കേസ് വന്നാൽ അത് നമുക്ക് നോക്കാം, റിവിഷൻ ടൈം നമുക്ക് അങ്ങനത്തെ ഒരു മോഡലും കൂടി നോക്കാം. സെക്കൻഡ്, അതിനൊരു IBFS, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് IBFS? ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുക. ആ സൊല്യൂഷൻ കിട്ടിയ സൊല്യൂഷൻ ഒപ്റ്റിമം ആണോ അല്ലേ നോക്കുക. ഒപ്റ്റിമം അല്ലെങ്കിൽ അലോക്കേഷൻസ് മോഡിഫൈ ചെയ്യുക. ദിസ് ഹാവ് ടു ബി റിപ്പീറ്റഡ്. ദിസ് 4 and 5 steps have to be repeated until an optimum solution is obtained. These are the steps. ഇനി നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് ദിസ് IBFS stand for? ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഇനീഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനീഷ്യലായിട്ട് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യും? എല്ലാ കണ്ടീഷൻസൊക്കെ ഓക്കെ ആവുന്നുണ്ടോ, റോ വൈസ് ആൻഡ് കോളം വൈസ് സപ്ലൈ ഡിമാൻഡൊക്കെ ഈക്വൽ ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ കുറച്ച് റൂൾസ് വെച്ച് ചെയ്യുവാണ്. ആ റൂൾസ് എന്നുള്ളത് ഡിഫറെൻറ്റ് മെത്തേഡ്സിലൂടെയാണ് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? NWSCR സ്റ്റാൻഡ് ഫോർ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, LCM സ്റ്റാൻഡ് ഫോർ ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് ഓർ അതർ നെയിം ഇസ് മെട്രിക്സ് മിനിമ മെത്തേഡ് അല്ലെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയാം. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് അപ്രോക്സിമേറ്റ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, യൂണിറ്റ് കോസ്റ്റ് പെനാൽറ്റി മെത്തേഡ് എന്ന് പറയും.
ഇനി വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോളോഡ് ഫോർ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ? എപ്പോഴും നമ്മൾ 1 സെല്ലിലായിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത് അല്ലേ? അവിടെ മാക്സിമം എമൗണ്ട് കൊടുക്കുക. ആ മാക്സിമം എന്ന് പറയുന്നത് ആരായിരിക്കും? ടോട്ടൽ ഓഫ് സപ്ലൈയും ഡിമാൻഡിലും മിനിമം ഓഫ് റോ ടോട്ടൽ ആൻഡ് കോളം ടോട്ടൽ ആയിരിക്കും. ആ കൊടുക്കുന്നത് ആരാണോ അത് കൊടുത്ത ശേഷം ദാറ്റ് റോ ഓർ കോളം ടോട്ടൽ ഗെറ്റ്സ് എക്സോസ്റ്റഡ്. ഇനി അത് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ക്രോസ് ഓഫ് ദാറ്റ് റോ ഓർ കോളം ആസ് എ കേസ് മേ ബി. ഇനി സ്റ്റെപ്പ് 2 എന്താ? കൺസിഡർ ക്രോസ് ചെയ്ത് കളഞ്ഞ് ബാക്കി ബാലൻസ് ഉള്ള റെഡ്യൂസ്ഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യുക. അഗെയിൻ അതിൽ അലോക്കേറ്റ് ചെയ്യുക 1 സെല്ലിൽ മാക്സിമം പോസിബിൾ എമൗണ്ട്, റോയിലെയും കോളം ടോട്ടലിലെയും മിനിമം ആയിട്ട്. ദിസ് സ്റ്റെപ്സ് ഹാവ് ബീൻ റിപ്പീറ്റഡ് അണ്ടിൽ ഓൾ ദ അവൈലബിൾ ക്വാണ്ടിറ്റീസ്. ഇനി ആരും ഇല്ല, സപ്ലൈയും ഡിമാൻഡും ഇല്ലാത്ത രീതിയിൽ എക്സോസ്റ്റ് ആവുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. ദിസ് ഇസ് വാട്ട് വി ഫോളോ ഇൻ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. അപ്പോൾ സപ്പോസ് എങ്ങാനും നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ഒരു 4 മാർക്സിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ സിംപ്ലി യു ക്യാൻ ടേക്ക് 1 പ്രോബ്ലം ആൻഡ് അത് സോൾവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റെപ്സും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. Next is lowest cost entry method, or the second method is least cost entry method. എന്താ അവിടെ ചെയ്യേണ്ടത്? Choose a cell having the lowest cost in the matrix. ഏറ്റവും കുറവുള്ളത് എടുക്കുക. Allocate there as much as possible, which is minimum of row total and column total. അവിടെ മാക്സിമം കൊടുക്കുക, അതായത് റോ ടോട്ടലിനെ കോളം ടോട്ടലിനെ മിനിമം ആയിട്ടുള്ളത്. ആ കൊടുക്കുന്ന റോ ടോട്ടലോ അല്ലെങ്കിൽ കോളം ടോട്ടലോ ഇനി ഉണ്ടാവില്ല, എക്സോസ്റ്റഡ്. ക്രോസ് ഓഫ് ദാറ്റ് കറസ്പോണ്ടിങ് റോ ഓർ കോളം ഫ്രം ദ റെഡ്യൂസ് മെട്രിക്സ്. വീണ്ടും ചെറുത് ഏതാണെന്നുള്ളത് ലോവസ്റ്റ് കോസ്റ്റ് ഉള്ളതിനെ ലൊക്കേറ്റ് ചെയ്യുക. ഇതിങ്ങനെ ഒരു ഫെർദർ റെഡ്യൂസ്ഡ് മെട്രിക്സ് ആവും. എവിടം വരെയാണ് നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ക്വാണ്ടിറ്റീസ് എക്സോസ്റ്റ് ആവുന്ന വരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ. Then the third method, that is VAM, Vogel's approximation method. The other name for this VAM is penalty method എന്നൂടി പറയും. Under this method we write the difference between smallest and the second smallest. അതായത് ഏറ്റവും സ്മോളസ്റ്റ് ആയ 2 എലിമെൻറ്റ്സ് എടുക്കുക. അത് ഈ കോളത്തിലാണെങ്കിൽ കോളത്തിൽ, റോയിലാണെങ്കിൽ റോ ആദ്യം ചെയ്യുക. ആൻഡ് ബിലോ ദ കറസ്പോണ്ടിങ് കോളം വിത്തിൻ ബ്രാക്കറ്റ് ആയിട്ട് നമ്മൾ എഴുതും. സിമിലർലി റൈറ്റ് ഡിഫറൻസസ് ഇൻ ഈച്ച് റോ ടു ദ റൈറ്റ് ഓഫ് ദ കറസ്പോണ്ടിങ് റോ. റോയിലും കോളത്തിലും പെനാൽറ്റി നമ്മൾ സർക്കിളിലായിട്ട് എഴുതി. ദീസ് ഡിഫറൻസസ് നോൺ ആസ് പെനാൽറ്റി. ഇനി സെലക്ട് ദ റോ ഓർ കോളം ഹാവിംഗ് ദ ലാർജസ്റ്റ് പെനാൽറ്റി ആൻഡ് അലോക്കേറ്റ് ദ മാക്സിമം പോസിബിൾ എമൗണ്ട് ഓഫ് സെൽ വിത്ത് ലോവസ്റ്റ് കോസ്റ്റ് ഇൻ ദാറ്റ് റോ ഓർ കോളം ആസ് എ കേസ് മേ ബി. ഇനി ആ പെനാൽറ്റികളിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് എവിടെയാണെന്ന് നോക്കുക. അത് ഒരുപക്ഷെ റോ ആവാം അല്ലെങ്കിൽ കോളം ആവാം. ആ പർട്ടിക്കുലർ റോ ഓർ കോളത്തിലെ സ്മോളസ്റ്റ് ലീസ്റ്റ് കോസ്റ്റ് അപ്ലൈ ചെയ്യണം. ആ ലീസ്റ്റ് കോസ്റ്റ് നോക്കി ഏറ്റവും ലീസ്റ്റ് എലമെൻറ്റിൻ്റെ അവിടെ മാക്സിമം എമൗണ്ട് കൊടുക്കുക. അത് റോയുടെയും കോളത്തിൻ്റെയും മിനിമം ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും കൊടുക്കേണ്ടത്. That's either the row or total or column total is completely exhausted. Cross off that row or column, construct the reduced matrix with the remaining row and columns. വീണ്ടും അതിനെ കളഞ്ഞ ശേഷം ബാക്കി reduced matrix ആവും. ഈ reduced matrix again you have to calculate the new penalties and you have to repeat the step and 1 and 2 until all the rows and columns have been exhausted. That's all. Next is optimal solution. By applying VAM or LCM or northwest corner rule, an initial feasible solution is obtained. പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു എക്സാമിൻ വെദർ ദ സൊല്യൂഷൻ ക്യാൻ ബി ഇംപ്രൂവ്ഡ്. കുറച്ചും കൂടി മാറ്റം അല്ലെങ്കിൽ ഇച്ചിരി കൂടി വ്യത്യാസം വരുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ആ കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് ആവരുത്. ഇഫ് യു ഗെറ്റ് എ ചാൻസ് ടു ഇംപ്രൂവ് ദാറ്റ് പർട്ടിക്കുലർ സൊല്യൂഷൻ, ട്രൈ ദാറ്റ്. അപ്പോൾ അതിന് വേണ്ടിയാണ് വി ആർ കണ്ടക്ടിങ് ദ ടെസ്റ്റ് ഓഫ് ഒപ്റ്റിമാലിറ്റി. ഒപ്റ്റിമൽ മീൻസ് is there any chance to reduce the cost once again. അപ്പോൾ ആ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് നടത്താൻ 2 മെത്തേഡ് ഉണ്ട്. വൺ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ മെത്തേഡ്, നമുക്കത് പഠിക്കാനില്ല. സെക്കൻഡ് ഇസ് മോദി. ദ ഫുൾ ഫോം ഓഫ് മോദി ഈസ് മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് മീൻസ് when the initial basic feasible solution is obtained, some cells are occupied and others unoccupied. Number of occupied cells is m plus n minus 1 ആണ്. Let Cij be the cost of the cell Cij. സോ ആദ്യം IBFS ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടുമല്ലോ. അതിലൂടെയാണ് വി വിൽ ബി കാൽക്കുലേറ്റിംഗ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് കണ്ടു കഴിഞ്ഞ ശേഷം ആ അലോക്കേഷൻ ഒന്നും കൂടി ചെക്ക് ചെയ്യുക. ചില സെൽസ് അലോക്കേറ്റഡ് ആവും, ചിലത് അൺഒക്യുപ്പൈഡ് ആവും. പക്ഷേ ഒക്യുപ്പൈഡ് സെൽസ് എന്ന് പറയുന്നത് ഷുഡ് ഫോളോ നോൺ ഡീജനറേറ്റ്, അല്ലെങ്കിൽ ഡീജനറസി പ്രോബ്ലം ഉണ്ടാവരുത്. എന്തായിരിക്കണം? നമ്പർ ഓഫ് അലോക്കേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു m plus n minus 1 ആയിരിക്കണം അല്ലേ? അപ്പോൾ അങ്ങനെയാണോ എന്ന് നോക്കുക. Then we determine m plus n numbers called ui and vj values by forming m plus n minus equation of the form ui plus vj is equal to Cij corresponding to each occupied cell. ഇനി ഓരോ അലോക്കേറ്റഡ് സെൽ അനുസരിച്ച് we name row as u and column as v. എന്നിട്ട് അത് തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ പോലെ അതിൻ്റെ കൂട്ടിച്ചേർന്ന സ്ഥലത്തുള്ള കോസ്റ്റ് നമ്മൾ എഴുതുവാണ്. ui plus vj. ഓർമ്മയുണ്ടോ അതൊക്കെ ചെയ്തത്? എന്നിട്ട് വി നീഡ് ടു സോൾവ് ദീസ് ഇക്വേഷൻസ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ എല്ലാ ഇക്വേഷൻസും സോൾവ് ചെയ്യണം. അതിന് വേണ്ടി വി ടേക്ക് 1 or ui or vj വാല്യൂ as 0.
ഏതിനാണോ കൂടുതൽ വരുന്ന ആ ഒരു പർട്ടിക്കുലർ യു വി വാല്യൂവിനാണ് 0 കൺസിഡർ ചെയ്യുന്നത്. Then with that help of that particular u or v value, we calculate the rest of the uv values. Okay, so then we calculate cell evaluation known as Dij values for unoccupied cell using the formula Dij is equal to Cij minus ui plus vj. അവർ പകുതി അതിൽ സ്റ്റെപ്പൊക്കെ എഴുതുമ്പോൾ ആക്ച്വലി ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഇറ്റ്സ് നത്തിങ് സ്പെസിഫൈഡ്. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഓൺ വേർഡ്സിൽ എഴുതാം. കൺസ്ട്രക്ട് അഗെയിൻ 3 tables and cross off the cell that having allocation അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ നമ്മൾ പ്രോബ്ലം ചെയ്തേ. അതുപോലെയൊക്കെ എഴുതാം. അതൊക്കെ അവർ സ്കിപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ഡയറക്റ്റ്ലി ഡി ഐ ജെയിലേക്കാണ് ചാടിയത് വിത്തൗട്ട് മെൻഷനിങ് വാട്ട് ഇസ് സി ഐ ജെ ആൻഡ് യു ഐ പ്ലസ് വി ജെ. അത് നിങ്ങൾ കൂട്ടിച്ചേർത്താൽ മതി. Now if all Dij values are positive, the solution is optimum. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ alternative solution ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ if at least one Dij is negative, solution is not optimum. Therefore what we have to do in step 4, we are doing reallocations. എന്താ ഡി ഐ ജെ നെഗറ്റീവ് ഉള്ളവിടെ വീണ്ടും ഓക്യുപ്പൈഡ് സെൽസ് എവിടെ നെഗറ്റീവ് എന്ന പൊസിഷനിൽ അതിനെ അലോക്കേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ചെയ്യുക. അപ്പോൾ ദിസ് സ്റ്റെപ്സ് ഹാവ് ബീൻ റിപ്പീറ്റഡ്. നമ്മൾ ചെയ്ത മെത്തേഡ് ഇതിലത്തെ ടേംസ് ഒന്നും വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. വാട്ട് എവർ യു നോ ഫ്രം ദ പ്രോബ്ലം യു ക്യാൻ റൈറ്റ് ഡൗൺ ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഡീജനറസി ഇൻ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ഞാൻ എപ്പോഴും പറഞ്ഞു whenever you complete a problem you check the degeneracy. അതൊരു പ്രശ്നമാണ് നമ്മുടെ പ്രോബ്ലത്തിൽ അല്ലേ. അപ്പോൾ യു നീഡ് ടു സോൾവ് ദാറ്റ് പെർട്ടിക്കുലർ ഡീജനറസി പ്രോബ്ലം. അപ്പോൾ എപ്പോഴാണ് ഡീജനറസി ഒക്കെ ചെയ്യണേ? വെൻ ദ നമ്പർ ഓഫ് അലോക്കേഷൻ ഇസ് നോട്ട് ഈക്വൽ ടു അല്ലെങ്കിൽ ഇറ്റ്സ് ലെസ് ദാൻ m plus n minus 1. m and n stand for rows and columns. This can be developed in 2 ways. First എന്ന് പറയുന്നത് the basic feasible solution may be degenerate from the initial stage onwards, or they become degenerate at an immediate stage. തുടക്കം മുതലേ ഒന്ന് ഡീജനറേറ്റ് ആവാനും ടെൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്നായിരിക്കും ഉണ്ടാവുന്നത്. In such cases we allocate delta to one or more empty cells so that the number of allocation is m plus n minus 1. അപ്പം ഏതെങ്കിലും ഒരു empty സെൽസിലോട്ട് നമ്മൾ ചുമ്മാ ഒരു ഡെൽറ്റ എൻ്റർ ചെയ്യുക. ബട്ട് ഡെൽറ്റ ഇട്ട് കഴിഞ്ഞാലും ഷുഡ് സാറ്റിസ്ഫൈ ഓൾ ദ കണ്ടീഷൻസ് ഗിവൺ. where this delta value എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല കോസ്റ്റ് കാണുമ്പോഴും. ഓക്കെ, next is an unbalanced, the special case. 2 special cases are there for transportation problem. One is unbalanced and the other one is maximization in transportation problem. So the unbalanced situation means what? The total of available supply should be not equal to total of demand. അപ്പോൾ അങ്ങനത്തെ കേസിൽ how can we convert? Always unbalanced എന്താണെന്ന് വെച്ചാൽ പിള്ളേർ ഇത് മാത്രം എഴുതും. പക്ഷേ how can you convert the given unbalanced to a balanced? അതും കൂടി നിങ്ങൾ സ്പെസിഫൈ ചെയ്യണം. How can you convert? By adding dummy row കണ്ടോ, fictitious source or destination. അതിലത്തെ ടേംസ് വേണ്ട, ഞാൻ വീണ്ടും പറയുന്നുണ്ട്. നിങ്ങൾ ഫിക്റ്റീഷ്യസ് സോഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എഴുതുമ്പോൾ വേറെ എന്തെങ്കിലും ആവും. അപ്പോൾ ബൈ ആഡിങ് ഡമ്മി റോ ഓർ കോളം വിത്ത് 0 എൻട്രീസ് യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ ബാലൻസ്ഡ് പ്രോബ്ലം. ഓക്കെ, പിന്നെ ഏതൊക്കെയായിരിക്കും സിറ്റുവേഷൻ അൺബാലൻസ്ഡ്? വെൻ സപ്ലൈ ഇസ് ലെസ് ദാൻ ഡിമാൻഡ് അല്ലെങ്കിൽ സപ്ലൈ ഇസ് ഗ്രേറ്റർ ദാൻ ഡിമാൻഡ്. ഇങ്ങനെ വരുമ്പോൾ കൂട്ടിച്ചേർക്കാം. Then the second special case is what? Maximization in transportation problem. അതെങ്ങനെ മിനിമൈസേഷൻ ആക്കി മാറ്റും? ഹയസ്റ്റ് വാല്യൂ എടുക്കുക, സെലക്ട് ചെയ്യുക, സബ്ട്രാക്ട് ഫ്രം ഓൾ അതർ വാല്യൂസ്. അപ്പോൾ അതെന്തായി മാറി? മിനിമൈസേഷൻ പ്രോബ്ലമായി. ദാറ്റ്സ് ഓൾ. So next is the second chapter, that is assignment problem. Actually this assignment is a special case of transportation problem in which objective is to assign a number of origin to equal number of destination at a minimum cost. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. എന്തായിരുന്നു? ഇതൊരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു സബ് പാർട്ടാണ്. പക്ഷേ ഒബ്ജക്റ്റീവ് എന്താ? അസൈൻ ചെയ്യുക ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ. എത്ര ഒറിജിൻ ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ഡെസ്റ്റിനേഷനിൽ. ഈ ഒറിജിനും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മേ ബി പേഴ്സൺ ആവാം, മെഷീൻസ് ആവാം, അല്ലെങ്കിൽ ടാസ്ക് ആവാം, ഇങ്ങനെയൊക്കെ ആവാം. ഓക്കെ, ബട്ട് അസൈൻ ചെയ്യുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അറ്റ് മിനിമം കോസ്റ്റ്. ഇത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. പിന്നെ അസൈൻമെൻറ്റിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടോ? ദർ വിൽ ബി നോ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ദാറ്റ് ഇസ് എ മെയിൻ ഡിഫറൻസ് ഫ്രം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ലുക്ക് വൈസ് ഇറ്റ്സ് ജസ്റ്റ് എ മെട്രിക്സ് ഫോം, ബട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് മേ നോട്ട് ബി ദ. ഓക്കെ, ഇനി മാത്തമാറ്റിക്കലി ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്ന്. മിനിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ എഴുതിയ സെയിം തിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അത് പഠിക്കാൻ പറഞ്ഞത്. ഇവിടെ ദ സെയിം ഇക്വേഷൻ സിഗ്മ ഈസ് ഈക്വൽ ടു 1 to m ആൻഡ് സിഗ്മ ജെ ഈസ് ഈക്വൽ ടു 1 to n CIJ XIJ. അവിടെ അത് തന്നെ അല്ലായിരുന്നോ? മിനിമൈസ് ഇസഡ് ഇസ് ഈക്വൽ ടു. പക്ഷേ വേറെ XIJക്ക് ഒരു ചേഞ്ച് ഉണ്ട്. XIJ അവിടെ എന്തായിരുന്നു? AI യും XIJ ഈസ് ഈക്വൽ ടു BJ എന്നായിരുന്നു. അതായത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല.
അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 1, അതർവൈസ് ഇറ്റ് ഇസ് 0. അത്ര മാത്രം പറയാം. ഓക്കെ. Now the very important, the main difference between transportation and assignment problem. First of all, you have to write the definition itself. Transportation problem, and the objective is to transport commodities from initially stored at various origin to a different destination at a minimum cost. Assignment problem definition, and the assign a number of origin to equal number of destination at minimum cost. So this is your first difference. You have to write the definition itself. Second point is what? Number of origins and number of destination need not be equal in case of transportation. എത്ര ഒറിജിൻ ഉണ്ടോ എത്ര ഡെസ്റ്റിനേഷൻ ഉണ്ടോ എന്നുള്ളത് വലിയ വിഷയമല്ല ട്രാൻസ്പോർട്ടേഷനിൽ, അത് ഡിഫർ ആവാം. പക്ഷേ അസൈൻമെൻറ്റിൽ കൃത്യമായിട്ട് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, കാരണം നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്, വേരിയസ് ഒറിജിൻ ടു ഈക്വൽ നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്, എത്ര എണ്ണം ഉണ്ടോ അത്ര തന്നെ ആവണം. തേർഡ് ഡിഫറൻസസ് ട്രാൻസ്പോർട്ടേഷൻ്റെ അൺബാലൻസ്ഡും അസൈൻമെൻറ്റിൻ്റെ അൺബാലൻസ്ഡും. ട്രാൻസ്പോർട്ടേഷൻ അൺബാലൻസ്ഡ് ആണ് എപ്പോഴാണ്? ടോട്ടൽ ഓഫ് സപ്ലൈ ഇസ് നോട്ട് ഈക്വൽ ടു ടോട്ടൽ ഓഫ് ഡിമാൻഡ് ആകുമ്പോഴാണ്. അപ്പോൾ എപ്പോഴും ടോട്ടൽ റോയിങ് കോളത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ സപ്ലൈയുടെ ടോട്ടലും ഡിമാൻഡ് ടോട്ടലും ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അത് അൺബാലൻസ്ഡ് ആണ്. മറ്റേ അസൈൻമെൻറ്റിൽ എപ്പോഴാണ് അൺബാലൻസ്ഡ് ആവണേ? നമ്പർ ഓഫ് റോസ് ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിമാൻഡ്, അപ്പോഴാണ് നമ്പർ ഓഫ് റോസ് ഇസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്, അപ്പോഴാണ് അസൈൻമെൻറ്റിൽ അൺബാലൻസ്ഡ് ആവുന്നത്. ഫൈനലി ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ എപ്പോഴും അലോക്കേറ്റ് ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റി, ഒരു നമ്പർ അല്ലേ, പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അസൈൻമെൻറ്റിൽ നമ്മളൊരു ജോബാണ് അസൈൻ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ്. അപ്പോൾ സംടൈംസ് ഇതൊരു എസ്സേ ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എഴുതാൻ പറ്റണം. ട്രാൻസ്പോർട്ടേഷനിൽ പഠിച്ച കാര്യം അസൈൻമെൻറ്റിൽ പഠിച്ച കാര്യം ഒക്കെ വേണമെങ്കിൽ എഴുതാം. Now there is only one method or one algorithm used for solving an assignment problem. Actually it have been categorized into 3 types. Problem മൂന്നാക്കി തിരിച്ചിട്ടുണ്ടെങ്കിൽ പോലും only one person who found out all 3. എന്തായിരുന്നു, ആരുടെ പേരാണെന്നറിയോ? ഹംഗേറിയൻ മെത്തേഡ്. ഹംഗേറിയൻ എന്ന് പറഞ്ഞൊരു ആളാണ് ഇത് കണ്ടുപിടിച്ചത്. സോ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഇവിടെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തത്. യു ക്യാൻ സി സ്റ്റെപ്പ് 1 to സ്റ്റെപ്പ് 6. കാണുമ്പോൾ പേടിയാവും, പക്ഷെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ അതിൽ മെൻഷൻ ചെയ്യുന്നത്. സബ്ട്രാക്ട് ദ സ്മോളസ്റ്റ് എലമെൻറ്റ് ഓഫ് ഈച്ച് റോ. കണ്ടോ, ഓരോ റോയിലെയും സ്മോളസ്റ്റ് എടുത്ത് സബ്ട്രാക്ട് ചെയ്യുക. ഇതേപോലെ എല്ലാ റോയിലെയും ചെയ്യുക. പിന്നെ എന്താ, സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് വാട്ട്? ഈച്ച് കോളത്തിൽ നിന്ന് സ്മോളസ്റ്റ് എലമെൻറ്റ് സബ്ട്രാക്ട് ചെയ്യുക. ആ റെഡ്യൂസ്ഡ് മെട്രിക്സിൽ നിന്ന് എല്ലാ എലമെൻറ്റും വീണ്ടും എല്ലാ കോളത്തിലെയും സ്മോളസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. പിന്നെ സ്റ്റാർട്ടിങ് വിത്ത് റോ, ഫസ്റ്റ് റോ examine all rows having exactly 1 0. ഒരു 0 ഉള്ളതിനെ നോക്കുക, അതിനെ അവരൊരു റെക്റ്റാങ്കിൾ ബോക്സ് നമ്മൾ സർക്കിൾ ചെയ്യണമെന്നേ ഉള്ളൂ. ക്രോസ് ഓഫ് ഓൾ അതർ സീറോസ് ഇൻ ദ കോളം, അതിൽ വരുന്ന കോളത്തിൽ വരുന്ന സീറോസിനെ കട്ട് ചെയ്ത് കളയണു. ഈ സെയിം വേ ലാസ്റ്റ് റോ വരെ എക്സാമിൻ ചെയ്യുക. അതേപോലെ എല്ലാ കോളംസും നോക്കുക, റോ വൈസ് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ എ ആൻഡ് ബി ഓപ്പറേഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക until we reach any of the following 2 situations that you can see in C. കേട്ടോ, സ്റ്റെപ്പ് 3 സി പോയിന്റിൽ കാണാം. എല്ലാ സീറോസും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ എന്താ, റിമൈനിങ് അൺമാർക്ക്ഡ് സീറോ ലൈ അറ്റ്ലീസ്റ്റ് 2 or റൂ കോളംസ്, അതായത് 2 എണ്ണം വീതം നിൽക്കുന്നു. എക്സാക്ട്ലി ഒരു സീറോ നോക്കിയിട്ട് പറ്റാതെ 2 എണ്ണം വരുന്നു. ഇൻ കേസ് 1 വി ഹാവ് എ മാക്സിമൽ അസൈൻമെൻറ്റ്, അതായത് നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാം. സെക്കൻഡ് കേസിൽ സ്റ്റിൽ വി ഹാവ് സീറോസ് ടു ബി ട്രീറ്റഡ്. അതിന് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ബിലോങ്സ് ടു ടൈപ്പ് 2 പ്രോബ്ലം. After the above operations there arise 2 situations. അതിനുശേഷം we have 2 difficult situations. ഒന്നാമത്തത്, it has an assignment in every row and every column so that we get the solution. അങ്ങനെ വന്നാലും നമുക്കൊരു അസൈൻമെൻറ്റ് പിന്നെ ചെയ്ത് കിട്ടി. ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ we got an assignment. Second, it does not contain assignment in all rows and on columns. In the second situation the following procedure may be followed. അപ്പോൾ ആദ്യത്തേൽ അസൈൻമെൻറ്റ് വന്നുവെങ്കിൽ we can stop there. Otherwise still there will be some row or column with an assignment missing. അങ്ങനത്തെ കേസിൽ ഇനി പറയുന്ന കാര്യങ്ങളാണ് സ്റ്റെപ്പ് 4 have to be followed. സ്റ്റെപ്പ് 4 എന്താ പറയണേ, ഡ്രോ ദ മിനിമം നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ആൻഡ് അത് വേണ്ട, ആ പോയിന്റ് വേണ്ട, നെക്സ്റ്റ് പറഞ്ഞാൽ മതി, ആ പോയിന്റ്സ് മുതൽ മതി. ടിക്ക് മാർക്ക് ഓൾ റോസ് വിച്ച് അസൈൻമെൻറ്റ് ഹാവ് നോട്ട് ബീൻ മെയ്ഡ്. അസൈൻമെൻറ്റ് വരാത്ത എല്ലാം ടിക്ക് ചെയ്യുക. മാർക്ക് ടിക്ക് കോളംസ് വിച്ച് ഹാവ് സീറോസ് ഇൻ മാർക്ക്ഡ് റോസ്. ആ മാർക്ക് ചെയ്ത റോയിൽ കോളം ടിക്ക് ചെയ്യുക. മാർക്ക്ഡ് കോളത്തിൽ അസൈൻമെൻ്റ് ഉള്ള സീറോസ് അസൈൻമെൻ്റ് ഉള്ള റോസ് ടിക്ക് ചെയ്യുക. റിപ്പീറ്റ് സ്റ്റെപ്പ് 2 and 3 until the chain of marking ends. ഇനി എന്ത് ചെയ്യണം, ഡ്രോ ലൈൻസ് ത്രൂ അൺമാർക്ക്ഡ് റോസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ടിക്ക് ചെയ്യാത്ത റോയും ടിക്ക് ചെയ്ത കോളത്തിലും കൂടി ലൈൻസ് വരയ്ക്കുക. ദാറ്റ് കവർ ഓൾ ദ സീറോസ്. ഇത്
Select the other than select the smallest of the element that is not covered by lines, or subtract it from all the elements do not have a line through them, add it to the intersection of two lines. ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അൺകവേർഡ് എലമെൻറ്റ്സ് കുറയ്ക്കുക, ഇൻ്റർസെക്ഷനിൽ അത് കൂട്ടുക. നൗ റീഅപ്ലൈ ദ സ്റ്റെപ്സ് 3 to 5 ടു മോഡിഫൈ മെട്രിക്സ്. ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്റ്റെപ്പ് ഗിവൺ. നിങ്ങൾക്കത് പ്രോബ്ലം അറിയാമെങ്കിൽ തന്നെ എഴുതാവുന്നേ ഉള്ളൂ. ഈ ടേംസ് ഒന്നും വേണമെന്നില്ല. റൈറ്റ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, സോ പ്രോബ്ലം ഓഫ് ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഇങ്ങനെ 3 കേസസ് ഉണ്ടല്ലേ. അപ്പോൾ ഒരു സീറോ വരുന്ന റോ കൺസിഡർ ചെയ്യുക, സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് റോ. ഓൾ കോളംസ് വിത്ത് ഓൺലി 1 0 നോക്കുക, സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് കോളം. ഏതെങ്കിലും റോ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾ സീറോസ് ഓൺ ദ കോളം ഇൻ വിച്ച് ലൈ മസ്റ്റ് ബി ക്രോസ്ഡ് ഔട്ട്. അതേപോലെ ഒരു കോളത്തിൽ ഒരു സീറോ ആണ് അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾ സീറോസ് ഓഫ് ദ റോ ഇൻ വിച്ച് ലൈസ് മസ്റ്റ് ബി ക്രോസ്ഡ് ഔട്ട്. ഇതേപോലെ റോ അസൈൻമെൻറ്റ് കഴിഞ്ഞാൽ കോളം അസൈൻമെൻറ്റ്, അല്ലെങ്കിൽ കോളം അസൈൻമെൻറ്റ് കഴിഞ്ഞാൽ റോ അസൈൻമെൻറ്റ്, അങ്ങനെ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഇസ് ഓഫ് ടൈപ്പ് 1 പ്രോബ്ലം. ടൈപ്പ് 2 മീൻസ് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ 1 0 റോസ് ആൻഡ് 1 0 കോളം, സപ്പോസ് സ്റ്റിൽ ദ അസൈൻമെൻറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്. അതായത് നമ്മൾ കൃത്യമായിട്ട് ഒരു സീറോ വെച്ച് മാർക്ക് ചെയ്തു, പ്രോബ്ലം ടൈപ്പ് 1 എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റിൽ ദ അസൈൻമെൻറ്റ് ഇസ് നോട്ട് കംപ്ലീറ്റ്, വി ക്യാൻ സീ സം സീറോസ് ലെഫ്റ്റ്. വീണ്ടും കുറേ 2 സീറോസൊക്കെ ആണെങ്കിൽ ആർബിട്രലി യു ക്യാൻ അസൈൻ, അതായത് ചുമ്മാ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ഏതെങ്കിലും ഒരു സീറോ, ക്രോസിങ് ഔട്ട് ദ സീറോസ് ഇൻ ദാറ്റ് റോ ആൻഡ് കോളം. പക്ഷേ എന്ത് ചെയ്യണം, ചുമ്മാ വെറുതെ ഒരു സീറോനെ മാർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റോയിലെയും കോളത്തിലെയും സീറോസ് ക്യാൻസൽ ചെയ്ത് കളയണം. ആഫ്റ്റർ എക്സോസ്റ്റിംഗ് റോ സെലക്ട് 2 0 കോളംസ്. അതിനുശേഷം റോ വൈസ് കഴിഞ്ഞെങ്കിൽ കോളം വൈസ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും ചെയ്യുക. ഇതിങ്ങനെ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞതിനെയാണ് ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ ഉണ്ടാവും, പക്ഷേ ആൻസർ വിൽ ബി സെയിം. അസൈൻമെൻറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ബട്ട് ദ സെയിം ആൻസർ വിൽ ബി ഗെറ്റിംഗ്. ഓക്കെ, next is problem of type 3. After assigning or crossing out zeros, suppose all zeros are entertained but assignment is not complete. അതായത് എല്ലാ സീറോസിനെയും മാർക്ക് ചെയ്തു, ഇനി ഒരു സീറോസും ഇല്ല, പക്ഷേ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ഇല്ല. ദർ വിൽ ബി സം റോ ഓർ കോളം വിത്തൗട്ട് എനി അസൈൻമെൻറ്റ്. നമുക്ക് എല്ലാ റോയിലും അസൈൻമെൻറ്റ് വേണം. ഇൻ ദാറ്റ് കേസ് നമ്മൾ പഠിച്ച ഹംഗേറിയൻ മെത്തേഡിൽ വി ഹാവ് ടു അപ്ലൈ സ്റ്റെപ്സ് 4, 5 and 6 ഇൻ ദ അൽഗോരിതം. കാര്യം മനസ്സിലായോ? നമ്മൾ ടിക്ക് ചെയ്യുക, ആ പ്രൊസീജിയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അസൈൻമെൻറ്റിൽ ഓൾസോ വി ഹാവ് 2 സ്പെഷ്യൽ കേസസ്. വൺ ഇസ് മാക്സിമൈസേഷൻ ആൻഡ് അതർ വൺ ഇസ് അൺബാലൻസ്ഡ്. ഫസ്റ്റ് ദ മാക്സിമൈസേഷൻ, നമ്മൾ എന്താണോ ചെയ്തത് ട്രാൻസ്പോർട്ടേഷനിൽ അത് തന്നെ ഇവിടെയും ചെയ്യുക, ബൈ സബ്ട്രാക്ടിങ് each element from the highest element of the matrix. അത്ര മാത്രമേ എനിക്കിതിൽ പറയാനുള്ളൂ. നെക്സ്റ്റ് ദ അൺബാലൻസ്ഡ് സിറ്റുവേഷൻ. ഇവിടെ എങ്ങനെയാണ് അൺബാലൻസ്ഡ് ആവണേ? ടോട്ടൽ ഓഫ് സപ്ലൈയും ടോട്ടൽ ഓഫ് ഡിമാൻഡും ഒന്നുമില്ല, പകരം എന്താ ഉള്ളത്? റോയും കോളം. ആ റോയും കോളത്തിൻ്റെ എണ്ണം, അതായത് നമ്പർ ഓഫ് ടാസ്ക് മേ നോട്ട് ബി ഈക്വൽ ടു നമ്പർ ഓഫ് പേഴ്സൺസ്, അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിലാണ് അൺബാലൻസ്ഡ്. ഇറ്റ് ഇസ് നോട്ട് എ സ്ക്വയർ മെട്രിക്സ്. ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം? വി മസ്റ്റ് ആഡ് ഡമ്മി റോ ഓർ കോളം ടു മേക്ക് ഇറ്റ് ആസ് എ സ്ക്വയർ മെട്രിക്സ്. അതിൻ്റെ വാല്യൂസ് കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? സീറോസ് എൻട്രീസ് ആയിരിക്കും. അപ്പോൾ അതൊരു ബാലൻസ്ഡ് പ്രോബ്ലം ആയി. പിന്നെ സാധാ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് കംസ് ദ പ്രൊഹിബിറ്റഡ് ഓർ റെസ്ട്രിക്റ്റഡ് അസൈൻമെൻറ്റ്. അപ്പോൾ ഇൻ സം ഞാൻ പറഞ്ഞില്ലേ, ചില സ്ഥലത്ത് ബ്ലാങ്ക് കോസ്റ്റ് ഉണ്ടാവില്ല. എല്ലാ ഡയഗണലും അല്ല, അത് ട്രാവലിംഗ് ആവും. Some places you can see a blank without writing the cost there. But it may not be possible to assign a particular task to a particular facility due to space or size of the task or other restrictions. ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പറ്റാത്ത സ്പേസ് ഇല്ല, ഇനി ജോബ് അസൈൻ ചെയ്യാൻ അവിടെ വേക്കൻസി ഇല്ല. അങ്ങനത്തെ സമയത്ത് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുപോലത്തെ ഒരു സിറ്റുവേഷൻസ് വരും. അപ്പോൾ അവിടെ നമ്മളൊരു വെരി ബിഗ് കോസ്റ്റ് അസൈൻ ചെയ്യും, ഇൻഫിനിറ്റി, ടു ദ കറസ്പോണ്ടിങ് സെൽസ്. അതെന്താ? അത് ഓട്ടോമാറ്റിക്കലി അത് എക്സ്ക്ലൂഡ് ചെയ്തോളും. നമ്മൾ അസൈൻമെൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എക്സ്ക്ലൂഡ് ആവുന്ന കേസാണ്. ഓക്കെ, now coming to the last section of our module, that is traveling salesman problem, or the other name is routing problem. അപ്പോൾ ഇതിന് ട്രാവലിംഗ് സെയിൽസ്മാൻ ഒരു റൂട്ടിംഗ് പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. ഒരു റൂട്ട് സെലക്ട് ചെയ്യുക അല്ലേ. റൂട്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ വി ഹാവ് ടു സെലക്ട് എ റൂട്ട് ഫ്രം ആൻ ഒറിജിൻ ടു എ ഡെസ്റ്റിനേഷൻ വിച്ച് yield മിനിമം കോസ്റ്റ്. ഒരു സ്ഥലത്ത് നിന്ന് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടം വരെ എത്താം, പക്ഷേ ഒരു മിനിമം കോസ്റ്റിലായിരിക്കണം. അപ്പോൾ സപ്പോസ് എ സെയിൽസ്മാൻ ഹാസ് ടു വിസിറ്റ് n സിറ്റീസിൽ വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹി വിഷ് ടു സ്റ്റാർട്ട് ഫ്രം എ പർട്ടിക്കുലർ സിറ്റി, വിസിറ്റ് ഈച്ച് സിറ്റി വൺസ് ആൻഡ് ദെൻ റിട്ടേൺ ടു ഹിസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതാണ് ഇതിൻ്റെ സംഭവം. എത്ര സിറ്റീസ് ഉണ്ടോ അത്രയും സിറ്റീസിൽ അയാൾ വിസിറ്റ് ചെയ്യും. എവിടെ സ്റ്റാർട്ട് ചെയ്തോ ആ സിറ്റി മുതൽ എല്ലാ സിറ്റിയിലും ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ട് he must come back to the same city where he started. അപ്പോൾ objective is to select the sequence in which the city visited in such a way that his total travelling time is minimized. ഓക്കെ, ഒബ്ജക്റ്റീവ് എന്താ? എല്ലാ സിറ്റിയും വിസിറ്റ് ചെയ്യണം, പക്ഷേ ടോട്ടൽ ട്രാവലിംഗ് ടൈം മിനിമൈസ് ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ സപ്പോസ് 4 cities ഉണ്ട് ABCD, ദെൻ വൺ സൊല്യൂഷൻ ക്യാൻ ബി A to C. ഇപ്പോൾ അയാൾ അവിടെ എത്തി, എയിലും വിസിറ്റ് ചെയ്തു, സിയിലും വിസിറ്റ് ചെയ്തു. ഇനി എന്താ? C to D, അപ്പോൾ D വിസിറ്റ് ചെയ്തു. ഇനി D to B എത്തി, അപ്പോൾ എല്ലാ സിറ്റിയും വിസിറ്റ് ചെയ്തു. ബിയിൽ നിൽക്കുന്ന ആളിനി തിരിച്ച് ഇവിടെ എത്തണം, കം ബാക്ക് ടു ദ സെയിം സിറ്റി വേർ ഹി സ്റ്റാർട്ടഡ്, ദാറ്റ് ഇസ് ടു A. ഇതാണ് സംഭവം.
അപ്പോൾ ട്രാവലിംഗ് വേറൊരു ഫോർമുലേഷൻ ഓഫ് എ ട്രാവലിംഗ് സെയിൽസ്മാൻ ആസ് ആൻ അസൈൻമെൻറ്റ് പ്രോബ്ലം എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നു? ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം ഇസ് വെരി സിമിലർ ടു അസൈൻമെൻറ്റ് പ്രോബ്ലം എക്സെപ്റ്റ് ദാറ്റ് ഇൻ ദ ഫോമർ ദർ ഇസ് ആൻ അഡീഷണൽ റെസ്ട്രിക്ഷൻ. സാധാ അസൈൻമെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത്, പക്ഷേ ഈ ഒരു സീക്വൻസ് അയാൾ ഫോളോ ചെയ്യണമെന്ന് മാത്രം ഒരു അഡീഷണൽ റെസ്ട്രിക്ഷൻ വരുന്നുള്ളൂ. അതാണ് റൂട്ട് കണ്ടീഷൻ. അപ്പോൾ ഇത് സാധാ അസൈൻമെൻറ്റ് പോലെ ചെയ്ത് 0 വെച്ച് ചെയ്ത് അത് സാറ്റിസ്ഫൈ ചെയ്യണില്ല, അതായത് ഈ റെസ്ട്രിക്ഷൻ ഈ റൂട്ടിംഗ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നെക്സ്റ്റ് സ്മോളസ്റ്റ് എടുത്തു, അത് വെച്ച് ഓക്കെ ആവുണ്ടോ ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം ആ റൂട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണവരെ. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇങ്ങനെ അടുത്ത എലമെൻറ്റ് എടുക്കുന്നതിന് അതിനെ പറഞ്ഞ പേരാണ് എന്യൂമറേഷൻ. ഓക്കെ, എന്യൂമറേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി നാളെ നമ്മൾ ഒരു റിവിഷൻ നടത്താൻ പോവുക. സോ ഐ വിൽ ബി ഗിവിങ് യു സം ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ പലർക്കും പല റോൾ നമ്പർ വെച്ചിട്ട് തരും ആൻഡ് യു മസ്റ്റ് സബ്മിറ്റ് ദോസ് ക്വസ്റ്റ്യൻസ്. ഞാനൊരു പർട്ടിക്കുലർ ടൈം പറയും, അതിനുള്ളിൽ തന്നെ കോപ്പി അടിക്കാൻ പറ്റില്ല, അങ്ങനെ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കേൾക്കുന്നവർക്കേ ഇത് ഫുള്ള് നാളെ എക്സാം ഉണ്ടെന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. അപ്പോൾ ദർ വിൽ ബി വൺ എക്സാം. ആ എക്സാമിൻ്റെ അനുസരിച്ചായിരിക്കും ഇനി മാർക്സും അല്ല കേട്ടോ. ഇൻറ്റേർണൽസൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ പഠിക്കുക, പഠിച്ചിട്ട് ഇത് എഴുതാം. ഓക്കെ, ദാറ്റ്സ് ഓൾ.